മോചന വഴിയെ ഹൃദയമയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 32-ാം തിരുവചനം. വിശ്വാസികളുടെ സമൂഹം ഒരേ ഹൃദയവും ഒരേ മനസ്സുമുള്ളവരായിരുന്നു. ദുബായ് സെന്റ് മേരീസ് മലയാളി കമ്മ്യൂണിറ്റിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കരിസ്മാറ്റിക് പ്രാർത്ഥനാ കൂട്ടായ്മയോട് ചേർന്ന് 22 സോണൽ പ്രാർത്ഥനാ കൂട്ടായ്മകളുണ്ട്. അതിൽ ഐക്യത്തോടെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്ന ബർദുബായി കൂട്ടായ്മയിലെ അംഗങ്ങളായ ഞങ്ങൾ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഒരു കൂട്ടായ്മയുടെ ആവശ്യകതയും അതോടൊപ്പം ഞങ്ങൾക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾ ശാലോം പ്രേക്ഷകരുമായിട്ട് ഞങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുക. നമുക്കൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ലവ്സി ഡൊമിനിക്. ഞാൻ ദുബായിൽ 23 വർഷമായി ദുബായിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്നു. എൻ്റെ പേര് മിനി റാഫേൽ. ഞാൻ 18 വർഷമായി ദുബായിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്നു. ഇവിടെ സ്കൂളിൽ ടീച്ചറായി ജോലി ചെയ്യുന്നു. എൻ്റെ പേര് ബിനി തോമസ്. 19 വർഷത്തോളം ദുബായിൽ കുടുംബമായിട്ട് താമസിക്കുന്നു. ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ദുബായ് കൂട്ടായ്മയുടെ കോർഡിനേറ്ററായ ലൗസ്റ്റിച്ചിൽ നിന്ന് തുടങ്ങാം കൂട്ടായ്മയുടെ അനുഭവങ്ങൾ. ഞാൻ 23 വർഷം മുമ്പ് വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പ്രാർത്ഥന കരിസ്മാറ്റിക് പ്രെയറൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ ബർദുബായ് കൂട്ടായ്മ ആദ്യം തുടങ്ങിയത് 1995 ജനുവരി 14-നായിരുന്നു. ആക്ച്വലി അവർ ആ പ്രീവിയസ് ക്രിസ്മസ് ഡേയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചിങ്ങനെ ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവർക്കൊരു ഐഡിയ തോന്നി, എല്ലാ ആഴ്ചയിലും അവർക്ക് ഒരുമിച്ച് കൂടിയാൽ എന്താണെന്ന്. അങ്ങനെ 3 കുടുംബങ്ങൾ ആദ്യമായി തുടങ്ങി. നമ്മൾ പൗലോസ് ഗ്ലോറി അവരുടെ വീട്ടിൽ വെച്ചായിരുന്നു. ആ എല്ലാ ആഴ്ചയിലും ഉള്ള ആ പരിമിതമായ ആ ഒരു അവസ്ഥയിൽ എല്ലാ ആഴ്ചയിലും അവർ അതിനുവേണ്ടി സമയം കണ്ടെത്തി പ്രാർത്ഥനയ്ക്ക് ഉള്ള എല്ലാം സംഘടിപ്പിച്ചു. അങ്ങനെ 3 പേര് വന്നു. പിന്നെ അങ്ങനെ ആഡ് ചെയ്ത് ഇപ്പം അത് വലിയൊരു വടവൃക്ഷമായി മാറി. അതായത് അന്ന് 1-2 കൂട്ടായ്മകളെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമ്മുടെ ദുബായ് കൂട്ടായ്മയിൽ തന്നെ 22 സോണലുകളായി ഓരോ കൂട്ടായ്മയിലും 100-120 ആൾക്കാരോളം ഇപ്പോൾ ഉണ്ട്. ഈ ഒരു കൂട്ടായ്മ വളർന്നതിൽ നിന്നാണ് നമ്മൾ വളർന്ന് ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ കാരണം. ഞാൻ ദുബായിൽ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് വന്നിട്ട് 10 വർഷത്തോളമായി. അപ്പോൾ ഈ പ്രാർത്ഥനാ കൂട്ടായ്മ നമ്മൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പ്രാർത്ഥനാ കൂട്ടായ്മകളെക്കുറിച്ച് പറയുന്നത് പ്രാർത്ഥനാ കളരികൾ എന്നാണ്. അപ്പോൾ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുകയും വചനം കേൾക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യാനുള്ളൊരു വലിയ ഭാഗ്യമാണ് നമുക്ക് ഈ കൂട്ടായ്മയിലൂടെ ലഭിക്കുന്നത്, അല്ലേ? അത് മറ്റു പലർക്കും കിട്ടാത്ത ഒരു ഭാഗ്യമാണ്. അപ്പോൾ നമ്മൾ എത്രത്തോളം ദൈവത്തിന് അതിന് നന്ദി പറയേണ്ടിയിരിക്കുന്നു. ശരിക്കും ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ഒരു കൂട്ടായ്മ ഏറ്റവും അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം, നമ്മൾ ഒരാഴ്ചയിൽ ഒരിക്കൽ കൂട്ടായ്മയിൽ പോകുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ചാർജ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഈ ലോകത്തിൽ തിന്മ നിറഞ്ഞ ഈ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ ശരിക്കും നമ്മളൊരു നന്മ തിന്മകൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ, ജോലി മേഖലയിലാണെങ്കിലും നമ്മുടെ കുടുംബജീവിതത്തിലാണെങ്കിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ കൂട്ടായ്മയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ ആ എനർജി,
അത് ഭയങ്കര ഒരു വലിയൊരു മുതൽക്കൂട്ടാണ് നമുക്ക്, അല്ലേ? പക്ഷേ അത് ഈ ഒരു കൂട്ടായ്മയുടെ അനുഭവം ഇല്ലാത്ത ഒരു വ്യക്തികൾക്ക് ശരിക്കും പറഞ്ഞാൽ പള്ളിയിൽ കുർബാനയ്ക്ക് ആഴ്ചകൾ തോറും പോകുന്നുണ്ടായിരിക്കാം. ഏറ്റവും വലിയ പ്രാർത്ഥന വിശുദ്ധ ബലി തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ആദിമസഭയിലെ അംഗങ്ങൾ ഒരുമിച്ച് കൂടി അപ്പം മുറിക്കല്, പ്രാർത്ഥിച്ചു, അവരുടെ സ്നേഹം കൈമാറി, അതേ ഒരു അനുഭവമാണ് നമ്മുടെ കൂട്ടായ്മയിലൂടെ നമുക്ക് ലഭിക്കുക, അല്ലേ? നമ്മൾ പരസ്പരം നമ്മുടെ വിഷയങ്ങൾ എന്തെങ്കിലും പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ പരസ്പരം ഒരു സ്നേഹവിരുന്ന് പോലെ ഒരു ചെറിയ ഒരു പരസ്പരം തമ്മിൽ കഴിക്കുന്നു. അതുപോലെ തന്നെ നമുക്കൊരു ആവശ്യം വരുമ്പോൾ പ്രാർത്ഥിക്കാൻ അനേകരുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല എന്നുള്ള ഒരു വലിയൊരു ബോധ്യം നമുക്ക് ഈ കൂട്ടായ്മയിലൂടെ കിട്ടുകയാണ്. അതൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. നമ്മുടെ 1 തെസ്സലോനിക്ക 5:16 പറയുന്നുണ്ട്, നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിക്കുവിൻ. ഇതാണ് ദൈവത്തിന് നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം. അങ്ങനെയെങ്കിൽ നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കുവാനും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാനും നന്ദി പറയുവാനും നമ്മൾ വിശുദ്ധ കുർബാനയിൽ മാത്രം പോയാൽ പോരാ, നമുക്ക് ഒരുമിച്ചൊരു കൂട്ടായ്മയിൽ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും നമുക്ക് ആ സന്തോഷത്തോടെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രചോദനം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ദുബായിൽ വന്നതിന് ശേഷമാണ് എനിക്കൊരു സെക്യൂരിറ്റി ഫീലിംഗ്. നമ്മളെപ്പോഴും വരുമ്പോൾ ഇവിടെ നമ്മൾ ഒറ്റപ്പെട്ട എല്ലാ ഫാമിലികളും ആദ്യം വരുമ്പോൾ ഒത്തിരി പേരെ ആയിട്ടല്ല, അവരുടെ സഹോദരങ്ങൾ എല്ലാവരും ഇവിടെ ഇല്ല. ഒറ്റയ്ക്ക് വരുമ്പോൾ നമുക്ക് സഹോദരങ്ങളെപ്പോലെ ഒരു കൂട്ടായ്മയിൽ ഒരുമിച്ചിരുന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചും അനുഭവിച്ചറിയാൻ സത്യം പറഞ്ഞ കൂട്ടായ്മ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഇടപെട്ടിട്ടുണ്ട്. വലിയൊരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വർഷം, ഏകദേശം 17 വർഷമായി ഞാൻ ഈ കൂട്ടായ്മയിൽ. ഇന്ന് വരെ ഒരു സ്റ്റെപ്പ് പോലും ഞാൻ പുറകിലേക്ക് പോയിട്ടില്ല. എപ്പോഴാണ് പ്രാർത്ഥന, എന്നാണ് ആഗ്രഹിച്ച് ആ ദിവസം കാത്തിരിക്കും നമ്മൾ പ്രാർത്ഥിക്കാൻ. അപ്പോൾ ബിന്നി പറഞ്ഞത് വിശ്വാസികളുടെ സമൂഹം ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടുകൂടി പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് 133-ാം സങ്കീർത്തനമാണ്. സഹോദരർ ഏക മനസ്സോടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടായ്മയിലായിരിക്കും നമുക്കൊക്കെ ആരൊക്കെയോ ഉണ്ടെന്നുള്ളൊരു ഫീലിംഗ് ആണ്. ഒരു പ്രശ്നം വന്നാലും അല്ലെങ്കിൽ പ്രയാസം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്, നമ്മൾ തന്നെയല്ല എന്നുള്ള ആ ഒരു ഫീലിംഗ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബർദുബായ് കൂട്ടായ്മയിൽ 100-ൽ പരം അംഗങ്ങളുണ്ട് നമ്മൾ, അല്ലേ? അതിൽ ഒരാൾക്കൊരു വ്യക്തിക്കൊരു പ്രശ്നം വന്നാൽ ഉടനെ നമുക്ക് ഫോണിൽ വിളിച്ച് പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ പറയുന്നു, ഉടനെ നമ്മൾ ചെയിൻ പ്രെയർ ഇടുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഓർമ്മയിലേക്ക് പ്രത്യേകിച്ച് ആ ട്രീസൈഡ് അനുഭവം കടന്നു വരികയാണ്. നമ്മുടെ ജെയിംസ് ബ്രദർ ആദ്യം മോൾക്ക് അസുഖമാണെന്ന് അറിഞ്ഞപ്പോഴേ എന്നെ ഫോണിൽ വിളിച്ചപ്പോൾ ഞാൻ കോർഡിനേറ്റർ എന്ന ഡൊമിനിക് ബ്രദറായിരുന്നു. ബ്രദറിനെ വിളിച്ച് പറഞ്ഞു, നമ്മൾ ഉടനെ ചെയിൻ പ്രെയർ ഇട്ടു, പരസ്പരം ഒരുമിച്ച് കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചു. ക്യാൻസർ ആയിരുന്നു, അല്ലേ? എന്നിട്ട് സാമ്പത്തികമായി നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ആ സഹായവും ചെയ്ത് പള്ളിയോട് ചേർന്ന് അവസാനം ഇന്നും രണ്ടാം ജീവിതത്തിലേക്ക് ആ മകള് കടന്നു വന്നു. വലിയൊരു സന്തോഷമാണ്. കൂട്ടായ്മയുടെ ഒരു വലിയൊരു ദൈവാനുഗ്രഹമാണ് കൂട്ടായ്മയിലൂടെ ലഭിച്ച, അല്ലേ? ഇപ്പോഴും നമ്മൾ വിട്ടിട്ടില്ല. ഇപ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ക്യാൻസറിന് പൂർണ്ണമായ വിടുതൽ കിട്ടിയിട്ട് ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം, നമ്മുടെ ഫിലിപ്പിന്റെ മകൻ ഫിലാൻഡോ, ആ കുഞ്ഞിന് ഇതുപോലെ ക്യാൻസർ ആയിരുന്നു. അത് നമ്മളെല്ലാവരും കരഞ്ഞ് വിളിച്ച് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച ഓർമ്മയില്ല എല്ലാവരും. ആ കുഞ്ഞിന്റെ അസുഖം മാറി. കുഞ്ഞിപ്പോ സ്കൂളിൽ പോവുക. അപ്പൊ നമ്മുടെ കൂട്ടായ്മയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ ഒത്തൊരുമിച്ച് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് വിടുതൽ. അത് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും നടക്കുമോ? ഇല്ല, ഒരു കൂട്ടായ്മ അത്യാവശ്യമാണ്. ഇതുപോലെ തന്നെ അനേകര് ഇന്ന് ബാച്ചിലേഴ്സ് ആയിട്ട് ഇതുപോലെ ഈ കുടുംബം മക്കള് നാട്ടില് അവർ ഈ കൂട്ടായ്മയിലേക്ക് നമ്മുടെ കൂടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കുടുംബം സുരക്ഷിതമാകപ്പെടുന്നു, മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നു. ഭയങ്കര അനുഭവങ്ങളാ, അല്ലെ? ഭയങ്കരമായിട്ടുള്ള അനുഭവങ്ങൾ കൂട്ടായ്മയിലൂടെ ഉണ്ടാകുന്നുണ്ട്. അനേകര്, അല്ലെ? അനേക സാക്ഷ്യങ്ങൾ നമ്മൾ എല്ലാ ശുശ്രൂഷയിലും നമ്മൾ കേൾക്കുന്നുമുണ്ട്. പിന്നെ അത് രോഗസൗഖ്യം മാത്രമല്ല, നമ്മുടെ കൂട്ടായ്മയിലെ ഷാജി ഗാസ്പർ ബ്രദറിന്റെ അനുഭവം നമുക്ക് അറിയാം. മാനസാന്തരം. അദ്ദേഹം കടബാധിതയും മദ്യപാനവും ഒക്കെ കൂടി ആകപ്പാടെ വിഷമിച്ച് ആത്മഹത്യക്കായിട്ട് ഒരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കൂട്ടായ്മയെ കുറിച്ച് കേട്ടതും നമ്മുടെ കൂട്ടായ്മയിൽ വരികയും അത് ആ ഒരു ദുഃഖം, ആ ഒരു വിഷമം ഷെയർ ചെയ്യുകയും നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയും അതൊരു വലിയ മാനസാന്തരത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചു. പിന്നീട് അദ്ദേഹം അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു, അല്ലേ? അതെ അതെ, ജീവിത സാക്ഷ്യമായി. ഒരുപാട് പേര് ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരുപാട് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിൽ ഇന്ന് അനേക ജനങ്ങളുണ്ട്. അതേസമയം ഈ കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളാണ്, പുതിയൊരു ജീവിതം അവർക്ക് കിട്ടുക. എത്ര പേരുടെ സാക്ഷ്യങ്ങളിലൂടെ നമുക്കത് മനസ്സിലായി, അല്ലെ? അനേകര് ഇന്ന് ഒരുപാട് മക്കൾ ഇങ്ങനെ ജീവിതം വഴിമുട്ടി നിൽക്കുക. പക്ഷെ അവർക്ക് യഥാർത്ഥത്തിൽ ഒരു കൂട്ടായ്മ അനുഭവം ഉണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥ അതിലേക്ക് അവരും കടന്നു വരും. ദൈവസ്നേഹം അനുഭവിക്കുമ്പോൾ നമുക്കൊരു ജീവിക്കാനുള്ള ഒരു ഉണർവ്, മുന്നോട്ടുള്ള ഒരു കാൽവയ്ക്കാൻ
ജീവിക്കാനുള്ള ഒരു പ്രചോദനം, ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം, ഇങ്ങനെ അനേകരുടെ സാക്ഷ്യങ്ങളിലൂടെയും ദൈവവചനങ്ങൾ നമ്മൾ ദിവസം തോറും പല വിഷയങ്ങൾ കേൾക്കുന്നു. പ്രാർത്ഥന, സ്തുതിപ്പ്, എത്ര മനോഹരമായ സ്തുതിപ്പ്, അതിലൂടെയുള്ള എന്തുമാത്രം വിടുതലുകളോ അല്ലെ, അത്ഭുതങ്ങൾ നമ്മുടെ കൂട്ടായ്മയിൽ നമുക്കറിയാം. രോഗശാന്തികൾ സംഭവിക്കുന്നു, ഇപ്പൊ മിനി പറഞ്ഞ പോലെ മാനസാന്തരങ്ങൾ സംഭവിക്കുന്നു. ഓരോ ആഴ്ചയിലും വളരെ അത്ഭുതങ്ങൾ, അത്ഭുതങ്ങളുണ്ടല്ലോ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. ഒരു ചെക്കിന്റെ കാര്യമാണെങ്കിൽ ഞങ്ങളുടെ കൂട്ടായ്മയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു മെമ്പർ, ആ ബ്രദറിന് 1,00,000 ദിറംസ് കാണാതെ പോയതിൽ പുള്ളി ഒരു കേസിലകപ്പെട്ടു. പുള്ളി നിരപരാധിയാണ്, ആ സഹോദരൻ നിരപരാധിയാണ്. പക്ഷേ പിറ്റേ ദിവസം ഒരു ഫൈനൽ ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു ദിവസം കൂടെ ഇനിയുണ്ട്. അപ്പോൾ ആ ദിവസം കരഞ്ഞ് പുള്ളി വിഷമം കണ്ടിട്ട് നമ്മൾ കൂട്ടായ്മയിലെ സകലരും, വലിയവർ തുടങ്ങി കുഞ്ഞുകുട്ടികൾ അത്രയും പേര് നമ്മൾ ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം അവർ ആ ജഡ്ജ്മെന്റിന് മുമ്പേ ഒന്നുകൂടെ ആ ക്യാമറ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ആ ക്യാമറയിലൂടെ അവർ ഇത്രയും ദിവസം കണ്ടുകൊണ്ടിരുന്ന ക്യാമറ, സെയിം ക്യാമറ, പ്രാർത്ഥിച്ച് ഉപവസിച്ച് ആ ദിവസം കണ്ടപ്പോൾ അതിനെ വേറെ ഡിഫറെൻറ്റ് ആംഗിളിൽ അവർക്ക് കാണാനും കള്ളത്തരം കണ്ടുപിടിക്കുവാനും ഈ ഇദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കാനും സാധിച്ചു. അത് നമ്മുടെ കൂട്ടായ്മയുടെ പ്രാർത്ഥനയും ഉപവസിച്ചുള്ള പ്രാർത്ഥനയും സ്തുതിപ്പും കൊണ്ട് മാത്രമാണ് രക്ഷ. അങ്ങനെ അനേകം അത്ഭുതങ്ങൾ, അടയാളം എല്ലാ ആഴ്ചയിലും നമ്മുടെ കൂട്ടായ്മയിൽ ഇതുപോലെ സാക്ഷി ഓരോരുത്തർ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അനേക പ്രശ്നങ്ങൾ, ജോലി മേഖലയിൽ പ്രശ്നങ്ങളുണ്ട്, കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ട്, വ്യക്തിപരമായ ജീവിതത്തിൽ ഒരിക്കലും ഒരു സമാധാനം സന്തോഷിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് ഒരു തിരിച്ചറിവ് കിട്ടിയത് നമ്മുടെ കൂട്ടായ്മയിൽ വന്ന് പങ്കെടുക്കുന്ന എല്ലാവരുടെയും മുഖം പ്രസാദിച്ചു. നല്ല സ്മൈലിംഗ് ഫേസോടെ സന്തോഷത്തോടെ തമ്മിലെ പ്രകീർത്തിക്കുന്നു, സന്തോഷത്തോടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. എന്തോ ഒരു അനുഭവം, വലിയ സ്നേഹത്തിന്റെ ഒരു അവസ്ഥയിലൂടെയാണ് നമ്മൾ ഇന്ന് ഈ 100-ൽ പരം അംഗങ്ങൾ ഒരുമിച്ച് കൂടുന്ന വലിയൊരു അനുഭവം. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവ്, എന്നൊരു ബോധ്യം നമുക്ക്. അതോടൊപ്പം ഈ രോഗശാന്തികൾ പറഞ്ഞപ്പോഴാണ് എൻ്റെ ജീവിതം തന്നെ അതിനൊരു സാക്ഷ്യമാണ്. ഞാൻ ഒരു രോഗാവസ്ഥയിലായിരിക്കുകയും എൻ്റെ കൂട്ടായ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്ത് അത്ഭുതകരമായ രീതിയിൽ ഞാൻ ആ രോഗാവസ്ഥയിൽ നിന്നും സൗഖ്യം പ്രാപിക്കുക. ഇപ്പൊ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ സാധിച്ചത് തന്നെ എൻ്റെ കൂട്ടായ്മയുടെ പ്രാർത്ഥനയുടെ ശക്തിയാണ്. അതിന് ദൈവത്തെ മഹത്വപ്പെടുത്താനായി ഈ അവസരം ഉപയോഗിക്കുന്നു. ദൈവത്തിന് എനിക്ക് ഓർമ്മയോ അതെ അസുഖമായിട്ട് ഡോക്ടർമാരൊക്കെ വളരെ സീരിയസ് ആണെന്ന് പറയുകയും ഞാൻ ഇവിടെ പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുക, എല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ഞാൻ ആ സൗഖ്യം എനിക്ക് ലഭിച്ചത്. കൂട്ടായ്മ ഒന്ന് ചേർന്ന് ഒരേ മനസ്സോടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്നും ഇനി ലോകത്തിന് സാക്ഷ്യം വഹിക്കുവാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നു. തമ്പുരാന്റെ ആ വലിയ കൂട്ടായ്മയിലൂടെ ദൈവം ചൊരിഞ്ഞ അനുഗ്രഹമാണ്, അതിന് യാതൊരു സംശയവുമില്ല. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, നമുക്ക് ഒരുപാട് പേരുണ്ടെന്നുള്ള വലിയൊരു സാന്നിധ്യം ഞാൻ അനുഭവിച്ചത് ഏകദേശം 2-3 മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ഡാഡി മരിച്ചപ്പോൾ ഞാൻ അന്ന് സീരിയസ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോഴത്തേക്കും ഞാൻ ഉടനെ കോർഡിനേറ്റർ ലൗസിയെ വിളിച്ചു. അതുപോലെ ഉടനെ തന്നെ നിങ്ങൾ എല്ലാവരോടും അത് പ്രയർ ഇട്ടു. പെട്ടെന്ന് വീട്ടിൽ ഒരു പറ്റം ആൾക്കാർ, കൂട്ടായ്മയുടെ നമ്മുടെ സഹോദരങ്ങൾ വന്നു. ഞാൻ ഒരുങ്ങുന്നു, ഞാൻ പാസ്പോർട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്നു, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, എനിക്ക് പോകാനുള്ള തിരക്കല്ലേ. പക്ഷെ എൻ്റെ വീട്ടിലെ ഹോളിൽ ഒരു സമൂഹം വന്നിരുന്ന ആ സമയം കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കും. അതേസമയം ഞാനൊരു കൂട്ടായ്മയുടെ അനുഭവമില്ല, ഞാൻ സ്വന്തമായിട്ട് ഒരു സ്വാർത്ഥതാ ജീവിതമാണെങ്കിൽ എനിക്ക് അങ്ങനെ പ്രാർത്ഥിക്കാൻ അതിന്റെ അനുഭവം എൻ്റെ ഡാഡിയുടെ ബാക്കിയുള്ള കാര്യങ്ങളിലെല്ലാം ഞാൻ എൻ്റെ യാത്രയിലും അതുപോലെ അവിടെ ചെന്നുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ എനിക്ക് അനുഭവപ്പെട്ടു. ഈ കൂട്ടായ്മയിലുള്ളതുകൊണ്ട് ഒരു പ്രാവശ്യം ഇതുപോലെ നമ്മൾ 3 പേരും ഇപ്പം വചനം പറയുന്നു, പുറത്ത് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു അല്ലേ. കൂട്ടായ്മയിൽ വന്നതിന് ശേഷം സംഭവിച്ചതാണ്. ഒരിക്കലും ഇതുപോലെ ഞാനും എൻ്റെ ഭർത്താവും ഇതുപോലെ ഞങ്ങൾ വചനത്തിനായിട്ട് ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് എൻ്റെ മോനൊരു അപകടം വന്നതും അവൻ വെള്ളത്തിൽ വീണിട്ട് അവൻ തന്നെ അവിടുന്ന് മാതാവ് തന്നെ അവനെ പൊക്കിക്കൊണ്ട് വന്നു. വലിയൊരു ജീവിതത്തിൽ നിന്ന് അവൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. അതിന് പ്രാർത്ഥിക്കാനുള്ളൊരു ഗ്യാപ്പ് പോലും ദൈവം തന്നില്ല. പക്ഷെ ദൈവം മുൻകൂട്ടി കണ്ടിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന നമ്മളെ ദൈവം അത് നന്ദി പറയാനായിട്ട്, ഒരു സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഒരുക്കി. വലിയ അപകടത്തിൽ നിന്ന് ഞാൻ ഇപ്പോഴും ആ ക്രീക്ക് കാണുമ്പോൾ ദൈവത്തിന് നന്ദി പറയും. വചനം പറയും, കർത്താവിനെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അത് മഹത്വപ്പെടുത്തണമെങ്കിൽ നമ്മൾ ഇതുപോലെ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോഴാണ് നമുക്ക് അതിന് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒന്നിച്ചു കൂടുമ്പോൾ എല്ലാ വെള്ളിയാഴ്ചയും സാക്ഷ്യം പറയാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ആദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും 1-2 സാക്ഷ്യങ്ങൾ ഉണ്ട്. അപ്പോൾ ആ സാക്ഷ്യത്തിലൂടെ വേറൊരു വ്യക്തിയെ നമ്മൾ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ആത്മാവിനെ നമ്മൾ നേടുകയാണ്. അതോടൊപ്പം തന്നെ ദൈവകൃപ നമ്മളിലേക്കും അവരിലേക്കും സാക്ഷ്യം പറയുന്ന വ്യക്തിയിലേക്കും ഒക്കെ ഒഴുകി ഇറങ്ങി. ഇന്ന് ദൈവരാജ്യത്തിന് വേണ്ടി വചനവുമായിട്ട് നമുക്ക് ഇറങ്ങാൻ തന്നെ വലിയ പ്രചോദനം ഈ കൂട്ടായ്മയിൽ നിന്നാണ് അല്ലേ. പിന്നെ നമ്മുടെ കുട്ടികൾ നമ്മളോടൊപ്പം അവരും നമ്മളോടൊപ്പം ഇതെല്ലാം കണ്ടും കേട്ടുമാണ് വളർന്നത് അല്ലേ. അവർ കേരളത്തിലായിരിക്കുമ്പോഴും ദുബായിക്ക് വെളിയിൽ എവിടെ പോയാലും അവരവിടെ എല്ലാം ഇതിന് സാക്ഷികളാവുകയും അവരുടെ പ്രാർത്ഥനാ ജീവിതവും ഇപ്പൊ നമ്മൾ കാണിച്ചു കൊടുത്ത ആ മാതൃക അവരെ തീർച്ചയായിട്ടും അവരെ സ്വാധീനിച്ചിട്ടുണ്ട് അല്ലെ. അനേകം മക്കൾ വഴിതെറ്റി പോകുന്ന ഈ കാലഘട്ടത്തിൽ
ജീവിതത്തിൽ കൂട്ടായ്മയ്ക്കും അതിൻ്റെതായ പ്രസക്തിയുണ്ട്. കാരണം നമുക്ക് ക്രിസ്ത്യൻ എന്നുള്ള ഒരു ക്രിസ്ത്യൻ മിനിസ്ട്രി ഉണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളെ നമ്മൾ ചെറുപ്പം മുതലേ അവർ ക്രിസ്മസ് കരോളും പാട്ടും പിന്നെ എന്തൊക്കെ നാട്ടിലൊന്നും നഷ്ടപ്പെടാതെ നാട്ടിൻ്റെ അന്ന് അവിടെ പള്ളിയിൽ നമുക്ക് എന്തൊക്കെ കിട്ടുന്നു അതൊന്നും നഷ്ടപ്പെടാതെ ഈ കൂട്ടായ്മയിൽ അതേപോലെ തന്നെ അവർക്ക് ഓർമ്മിക്കാനോ ഓമനിക്കാനോ ഒത്തിരി കാര്യങ്ങൾ അത് മുഴുവനും അവർ യേശുവിൻ്റെ കൈ പിടിച്ച് നടക്കുന്നത് പോലെ നമ്മുടെ കൂടെയാണല്ലോ അവർ പോകുന്നത്. അപ്പം നമ്മളെയാണല്ലോ കാണുന്നത്. അപ്പോൾ കുട്ടികളും വഴിതെറ്റാതെ ഇപ്പം നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോയാൽ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രേക്ഷകര് അനേക കുഞ്ഞുങ്ങൾ നശിച്ചു കൊണ്ടുപോയിരിക്കുന്ന അവസ്ഥയിൽ ഈ ലോകത്തിന്റെ മോഹങ്ങളിൽപ്പെട്ട് മ്ലേച്ഛതയിൽപ്പെട്ട അടിമകളായി കഴിയുന്ന മക്കൾക്ക് കൂട്ടായ്മയുടെ അനുഭവം അനേക കുഞ്ഞുങ്ങളെ നന്മയുടെ പാതയിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. മറ്റൊരു സംഭവം നമ്മുടെ കൂട്ടായ്മയിലൊരു സഹോദരൻ പറഞ്ഞാണ്. അതായത് ഭാര്യ സുഖമില്ലാതെ വളരെ സീരിയസ് ആയിട്ട് നാട്ടിൽ പോയിരിക്കുക. പുള്ളിക്കാരൻ ജോലി കഴിഞ്ഞ് വൈകുന്നേരം വന്നിരുമ്പോൾ ഭയങ്കര വിഷമം തീർക്കാൻ മദ്യപിച്ചിട്ട് കിടക്കും, ഉറക്കമേ വരത്തില്ല. എല്ലാ ദിവസവും മദ്യപിക്കും, കിടക്കും, ഉറക്കം വരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വചനം കേൾക്കാനുള്ള ചാൻസ് കിട്ടിയത്. വചനം കേട്ട് പുള്ളി അങ്ങ് ഉറങ്ങി. അന്ന് ആദ്യമായിട്ട് വചനം കേട്ട്, മദ്യം കുടിച്ചിട്ട് ഉറങ്ങാത്ത ആൾ വചനം കേട്ട് ഉറങ്ങി. അതിനുശേഷം പുള്ളി കൂട്ടായ്മയെക്കുറിച്ച് അറിഞ്ഞതും കൂട്ടായ്മയിലേക്ക് വന്നു. ഇപ്പോൾ ആ വ്യക്തിയും കുടുംബവും സന്തോഷത്തോടെ സമാധാനത്തോടെ വളരെ ആക്റ്റീവായിട്ട് ദൈവവചനം പഠിപ്പിച്ചും ഒക്കെ ആയിട്ട് വളരെ ആക്റ്റീവായിട്ട് ഇപ്പോൾ സന്തോഷത്തോടെ നമ്മുടെ കൂടെ കഴിയുന്നു. ഒറ്റപ്പെട്ടായിരുന്നെങ്കിലോ? അതാണ് എപ്പോഴും കൂട്ടായ്മയിൽ നമ്മൾ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വലിയൊരു കൃപ അവരിൽ നിന്ന് മറ്റുള്ളവർ പുള്ളി പോകുന്ന ഇപ്പോൾ ഒത്തിരി മേഖലകളിലൂടെയാണ് പുള്ളി ഷെയർ ചെയ്യുന്നത്. ഒത്തിരി പേർക്ക് മെസ്സേജും ഡെയിലി വാട്സാപ്പിലൂടെ മെസ്സേജ് എപ്പോഴും ദൈവവചനം എവറി ഡേ ദൈവവചനം പുള്ളി എന്ത് കേട്ടോ അതെല്ലാവർക്കും എല്ലാതും ഭയങ്കര മാറ്റിമറിച്ചു. അത് കാരണം ഈ കൂട്ടായ്മയിലേക്ക് ഇപ്പൊ സ്നേഹമാണ്. നമുക്ക് എല്ലാഴ്ചയിലും കാണണം, വിഷ് ചെയ്യണം, അവരുടെ വിശേഷങ്ങൾ സന്തോഷത്തോടെ നമ്മൾ ഷെയർ ചെയ്യണം, വേദനകൾ ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നു. അതുപോലെ ഇനി കുഞ്ഞുമക്കൾക്ക് നമ്മൾ വചനം പറയിപ്പിക്കാൻ ഒരു അവസരം കൊടുക്കുന്നുണ്ടല്ലോ. വചനം ഒരാഴ്ചയിൽ ഒരു വചനം പഠിച്ച് അവർ ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് അത് ഒരുപാട് അനുഭവമാണ്. മക്കളെ വചനം പഠിപ്പിച്ചാൽ നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും അവരെ പറഞ്ഞു വിട്ടു നന്മ തിന്മകൾ തിരിച്ചറിയാനുള്ള ഒരു കൃപ അവർക്ക് ലഭിക്കും. വഴിതെറ്റില്ല. അത് വളരെ കറക്റ്റാണത്. അപ്പൊ മക്കളെ വചനം പഠിപ്പിക്കുന്നത് ഈ നമ്മുടെ കൂട്ടായ്മയിലൂടെ ഒരു വലിയ ഒരു കാര്യമാണ് അല്ലേ ലൗസേച്ചി? അതിനെന്ത് പറയുന്നു? ആ വചനം നമുക്ക് മക്കൾക്ക് കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നതിൽ വളരെ ആണ്. മക്കളെ വചനം പഠിപ്പിക്കണം. അവർ പഠിക്കുന്നതിന് മുമ്പേ വചനം അനുസരിച്ച് നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പൊ അവരും അതുപോലെ തന്നെ കാണും. അപ്പൊ അവര് കണ്ടാണ്, കേട്ടല്ല വളരുന്നത്, അവരെ കണ്ട് അതിൻ്റെ കൂടെ നമ്മൾ വചനം പഠിപ്പിക്കുകയും. നമുക്കറിയാം ഇന്നിന്റെ കാലഘട്ടത്തിൽ എന്ന് പറയുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഇതിന്റെ ഇന്റർനെറ്റിന്റെയും ഫോണിന്റെ അതായത് ചാറ്റിങ്ങും ചീറ്റിങ്ങും ഒക്കെ ആയിട്ട് സമയമൊക്കെ കളയുന്ന ഒരു അവസ്ഥയാണ്. മക്കൾക്ക് ഏറ്റവും കൂടുതൽ വചനം കൊടുക്കേണ്ട സമയമാണ് കാലഘട്ടം. വചനം കൊടുക്കണം, തിന്മയുടെ വചനം കൊടുക്കണം, ദൈവത്തെ കൊടുക്കണം. അതുപോലെ ഒരുപാട് ഇതുപോലെയുള്ള ശുശ്രൂഷകളിൽ കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിക്കണം. അപ്പൊ അങ്ങനെയൊക്കെയുള്ളത് ശരിക്കും പറഞ്ഞ ബേസിക് ഒരു കൂട്ടായ്മയിൽ നിന്ന് ഇതെല്ലാം തുടങ്ങുന്നത്, നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് അല്ലേ? ഇല്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ മക്കളൊന്നും ഇതുപോലെ ആവത്തില്ല. അവരിപ്പോ ഈശോയുടെ കൂടെ നടക്കാൻ കാരണം ഈ നമ്മുടെ കൂട്ടായ്മ മാത്രമാണ്. നമ്മുടെ കൂട്ടായ്മയിലുള്ള ഓരോ വ്യക്തികളുടെ മക്കളെടുത്ത് നോക്കി ആരും നഷ്ടപ്പെടാതെ എല്ലാവരും നല്ല നിലയിൽ അവരുടെ ഭൗതികവും ആത്മീയവുമായിട്ട്. അതാണ് അത് മത്തായിയുടെ സുവിശേഷം 6:33 പറഞ്ഞില്ല, ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. നമ്മൾ അതാണ് ചെയ്തത്. നമ്മൾ ഒരുമിച്ച് കർത്താവിന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചപ്പോൾ നമ്മുടെ മക്കളുടെ ആത്മീയമായി മാത്രമല്ല ഭൗതികമായും അവിടുന്ന് അവരെ സമ്പന്നരാക്കുന്നു. ശരിക്കും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ, വ്യക്തിപരമായ പ്രാർത്ഥന, പേഴ്സണൽ പ്രെയർ, ബൈബിൾ വായന, പ്രാർത്ഥന, ഇതിലെല്ലാം നമ്മൾ ആദ്യത്തെക്കാളും ഒരുപാട് നമ്മൾ അതിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റം ഉണ്ടായി. ആത്മീയ ജീവിതത്തിൽ നമ്മെ വളർത്തിയത് കൂട്ടായ്മയുടെ അനുഭവമാണ്. കൂട്ടായ്മ അനുഭവത്തിലൂടെ നമുക്ക് വളരാൻ പറ്റുകയുള്ളൂ. കാരണം അതിലൂടെ കിട്ടുന്ന സ്തുതിപ്പ്, ദൈവവചനം, ഇതൊക്കെയാണ്. സ്തുതിപ്പില്ലാതെ നമുക്ക് വളരാൻ പറ്റില്ല. സ്തുതിപ്പിലൂടെയും വചനത്തിലൂടെയും ഒക്കെയാണ് നമ്മൾ ആത്മീയമായിട്ട് വളർന്ന് ഇന്ന് രണ്ടുപേരുടെ മുമ്പിൽ ഈശോയെ പങ്കുവയ്ക്കുവാനായിട്ട് നമുക്ക് സാധിച്ചത് അല്ലേ? വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുകയാണ്, ടിവിയും കണ്ടിരിക്കുകയാണ്, നമുക്ക് ഈ ഒരു അവസ്ഥയിൽ തന്നെ നമ്മളും പോകും അല്ലെ? ഒത്തിരി പഠിക്കണം, ബൈബിൾ വായിക്കണം, പ്രാർത്ഥിക്കണം, നമ്മൾ ഒത്തിരി എൻഗേജ്ഡ്. ഒരുപാട് കാര്യങ്ങൾ എല്ലാം ആത്മീയ കാര്യം നമുക്ക് സമയമില്ല.
നമുക്ക് ടി-വിയിൽ എന്താണെന്നുള്ളത് നമുക്കൊന്നും അറിയാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് ജോലി ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതിനൊന്നും യാതൊരു തടസ്സമില്ല. ജോലിക്ക് പോകുന്നു, നമ്മുടെ വീട്ടുകാര്യം ഫാമിലി കാര്യം നോക്കുന്നു, നമ്മൾ വചനം പഠിക്കുന്നു, വചനം പഠിപ്പിക്കുന്നു, നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇൻവോൾവ് ആണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഈ പ്രാർത്ഥന കൂട്ടായ്മയിൽ പോകുന്ന നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ട്. ഈ എല്ലാ വ്യാഴാഴ്ചയും മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ട്. ആ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നമ്മുടെ അതൊരു ഇമ്പോർട്ടന്റ്, അതാണ് ഒരു പവർ ഹൗസ്. നമ്മുടെ പ്രയറിന് വേണ്ടിയിട്ടുള്ള ഒരു പവർ ഹൗസ് ആണ് മധ്യസ്ഥ പ്രാർത്ഥന. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ശേഷമാണല്ലോ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, മുഴുവനും ലോകമുള്ള സകല ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മളോട് ആരെങ്കിലും പ്രാർത്ഥന ആവശ്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അവരുടെ ആവശ്യങ്ങളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. നമുക്ക് എല്ലാ ഈശോ ഉത്തരം തന്നിട്ടുമുണ്ട്. നമ്മുടെ കൂട്ടായ്മയിലെ ആൾക്കാർ മാത്രമല്ല, അവരുടെ ബന്ധുക്കൾ, അവരുടെ ആവശ്യങ്ങൾ, അവർ പറയും ഇന്ന കാര്യം പ്രാർത്ഥിക്കണേ എന്ന് എഴുതുമ്പോൾ നമ്മൾ ആ വിഷയങ്ങളൊക്കെയും വെച്ച് നമ്മൾ പ്രാർത്ഥിക്കും. ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തില്, കുടുംബത്തില്, അതുപോലെ സമൂഹത്തില്. നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത വിധം ദൈവം അനുഗ്രഹങ്ങൾ ഈ കൂട്ടായ്മയിലൂടെ ചൊരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബർദുബായ് കൂട്ടായ്മ എന്ന് പറയുന്നാൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ ഒരു ഫ്രണ്ട്, കുട്ടിക്ക് സുഖമില്ല, ഡൗൺ സിൻഡ്രോമാണ്. ഡോക്ടർ പറഞ്ഞു കുട്ടിയെ കളയണം, അബോർട്ട് ചെയ്ത് കളയണം. ഡോക്ടറും എല്ലാവരും പറഞ്ഞു അത് കളഞ്ഞേ പറ്റൂ. പക്ഷേ നമ്മൾ കൂട്ടായ്മയിൽ അന്ന് ഉണ്ടായിരുന്ന മൂന്നാല് ഞങ്ങൾ കപ്പിൾ, ഞങ്ങൾ 3-4 പേരുണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ പറഞ്ഞു ഒന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ പുള്ളി മനസ്സിൽ വേദനയോടെ പറഞ്ഞു എനിക്ക് കുട്ടിയെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഭർത്തമായ കൂട്ടായ്മ ഈ കൂട്ടായ്മയിൽ ഇല്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ കൂട്ടായ്മയിൽ ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടായ്മയിലുള്ളവർ ഉപവസിച്ചു പ്രാർത്ഥിച്ചു. ദൈവം ആ കുഞ്ഞിനെ നല്ല ഉണ്ണീശയെ പോലൊരു നല്ല കുഞ്ഞിനെ കൊടുത്തു. അമ്മയും മോനും വരികയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. അത് മറ്റൊരു സംഭവമില്ല. അതുപോലെ അതും ഇതുപോലെ തന്നെ ഒരു ഡോക്ടർ പറഞ്ഞു കുട്ടിയെ വേണ്ട എന്ത് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇതുപോലെ തന്നെ എല്ലാവരും ഉപവസിച്ച് പ്രാർത്ഥിച്ചു, വളരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമായി യാതൊരു കുഴപ്പമില്ലാതെ വളരെ ഒരു പെൺകുട്ടി അവർക്ക് ദൈവം കൊടുത്തു. ബുദ്ധിമതിയായ അവരിപ്പോ നാട്ടിൽ സെറ്റിൽഡ് ആയിരിക്കുകയാണ്. അവരിപ്പോഴും ഞങ്ങളെ വിളിക്കുകയും അവരുടെ അന്വേഷണങ്ങൾ അറിയിക്കുകയും വീണ്ടും ഇപ്പോഴും എന്തെങ്കിലും പ്രാർത്ഥന ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം ഞങ്ങളെയാണ് അവർ വിളിക്കുന്നത്. ഓരോരുത്തരും അനുഭവിച്ചറിയുക. ഇതുപോലെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴേ കർത്താവ് ജീവിക്കുന്ന ദൈവമാണ് കൂട്ടായ്മയിലെ നമ്മുടെ മധ്യത്തിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന അനുഭവം നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ടല്ലേ. അതുപോലെ തമ്പുരാന്റെ സന്നിധിയിൽ നമ്മൾ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾക്ക് ഉപരിയാണ്, എല്ലാമെന്ന് നമുക്ക് ദൈവം അതിനേക്കാൾ വലിയ ഒരു സാധ്യതയുണ്ടെന്നുള്ള ഒരു ബോധ്യം അല്ലെ. നിരാശനായി പോകുന്നില്ല നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ നോക്കുന്നില്ല. ഇന്ന് കൂട്ടായ്മയുടെ അനുഭവത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ നോക്കുന്നില്ല. ഇപ്പൊ ദൈവം എല്ലാത്തിനും എന്ത് വന്നാലും ദൈവം കൂടെ ഉണ്ട് എന്നുള്ള ഒരു വലിയൊരു വിശ്വാസം. മതിയായവൻ ഞങ്ങളുടെ കൂടെ, നമ്മുടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അനേകരുണ്ട് എന്നുള്ള ഒരു വലിയ കരങ്ങൾ ഉയർത്തുവാൻ എനിക്ക് വേണ്ടി അനേകരുണ്ടെന്നുള്ള ഒരു അവിടെ എത്ര പ്രയാസം ഉണ്ടെങ്കിലും നമുക്ക് ബിഹൈൻഡിൽ ആൾക്കാരുണ്ടെന്നുള്ള ശക്തം. അതൊരു വലിയൊരു പ്രശ്നം വന്നാലും നമുക്കൊരു വലിയൊരു വിഷമോ ഒരു ടെൻഷനായിട്ട് തോന്നാറില്ല. കാരണം ഈ കൂട്ടായ്മയുടെ അനുഭവം അത്. പിന്നെ നമ്മുടെ കൂട്ടായ്മയിൽ തന്നെ ഒരുപാട് വചന പ്രഘോഷകരും ശുശ്രൂഷകരും ഒക്കെ ഒരുപാട് പേരുണ്ട്. നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഒരുപാട് പേരുണ്ട്. അതിന്റെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. കൂട്ടായ്മയിൽ നിന്ന് വചന പ്രഘോഷകരൊക്കെ ഉയർന്നു വരണമെങ്കിൽ തമ്പുരാന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തനം അവിടെ ശുശ്രൂഷ മേഖലകളിലേക്ക് ഇന്ന് ഇപ്പം ബർദുബായ് കൂട്ടായ്മയിൽ നിന്ന് അനേകം മേഖലയിലേക്ക് ഇപ്പം CST ലെവലിലേക്ക് BST-ലേക്കും ഒക്കെ ആൾക്കാരിന്ന് ഉയർന്നിട്ടുണ്ട്. ഓരോ മിനിസ്ട്രിയിലേക്കും തമ്പുരാൻ പ്രവർത്തിക്കുന്നു. അപ്പോളജിസ്റ്റിക് മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്നു, പ്രീച്ചിങ് മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്നു, അപ്പോൾ ഗോസ്പൽ മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്നു, പ്രൈസ് ആൻഡ് വർഷിപ്പ് മിനിസ്ട്രി, എല്ലാ മിനിസ്ട്രിയിലേക്കും. ഇത് നമ്മൾക്ക് ഇവിടുന്ന് കിട്ടുന്ന ആ ഒരു വലിയൊരു ശക്തിയാണ് നമ്മളെ ഇതിലേക്കൊക്കെ കർത്താവ് അയക്കുന്നത് അല്ലെ. ഇപ്പൊ എന്റെ ആഗ്രഹം എന്താണെന്നറിയാം, ഇതേപോലൊരു കൂട്ടായ്മ നമ്മുടെ നാട്ടില് കുടുംബ യൂണിറ്റ് ഉണ്ട്. നല്ല കാര്യം, ഒത്തിരി പ്രാക്ടിക്കലായിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ആത്മീയമായി വളർന്ന ഒരു സമൂഹം, അതിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മുടെ പ്രാർത്ഥനയുടെ അരൂപി ഒത്തിരി അതിനകത്ത് കൊള്ളണം എന്നാണ് എൻ്റെ വലിയൊരു ആഗ്രഹം.
നമ്മുടെ നാട്ടിലുള്ള എല്ലാ സ്ഥലത്തും എവിടെയൊക്കെ കുടുംബ യൂണിറ്റ് ഉണ്ടോ അവിടെയൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹം. അത് നമ്മൾ സാധാരണ അത് കാണുന്നില്ല. ഇപ്പം ചില ഇടവകളിലൊക്കെ 400-500 ആൾക്കാരുള്ള ഇടവകളുണ്ട്. അവിടെയൊക്കെ ഒരു 10-50 പേര് കൂടുന്ന ഒരു ചെറിയ ചെറിയ സെല്ല് പോലെ ഒരു കൂട്ടായ്മ തുടങ്ങിയാൽ അനേക കുടുംബങ്ങൾ ഇന്ന് രക്ഷ പ്രാപിക്കും, അനേക വ്യക്തികൾ മാനസാന്തരപ്പെടും, അനേക കുഞ്ഞുങ്ങള് കർത്താവിന് വേണ്ടി വേലയ്ക്കായിട്ട് ഇറങ്ങും. അതോടൊപ്പം കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിത്വിക ദൈവവുമായി ഐക്യപ്പെട്ടിരുന്നാണ് അപ്പൊ നമ്മളെ കൂട്ടാനും നമുക്ക് സംരക്ഷണം നൽകുവാനും തമ്പുരാന്റെ വലിയ കരുതലുണ്ട്. എത്രമാത്രം സഹനങ്ങൾ വന്നാലും നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ടുള്ള ശക്തി തമ്പുരാൻ തരും. അതിന് യാതൊരു സംശയവും വേണ്ട. ജീവിതങ്ങൾ തന്നെ അതെ, നമ്മുടെ ജീവിതങ്ങൾ അതിന് സാക്ഷ്യമാണ്. നമ്മുടെ ജീവിതങ്ങൾ അതിന് സാക്ഷ്യമാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ റിക്വസ്റ്റ്, ഈ കാണുന്ന പ്രേക്ഷകരോടുള്ള എൻ്റെ റിക്വസ്റ്റ്, നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ ആ ഏരിയയിൽ 1, 2, 3 പേര് ഒരുമിച്ചിരുന്ന് ആദ്യം ഒന്ന് പ്രാർത്ഥിച്ച് തുടങ്ങുക. ഒരു 3 കുടുംബം ഞങ്ങളുടെ ഇത് തുടങ്ങിയത് 20 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യം തുടങ്ങിയപ്പോൾ വെറും 3 കുടുംബമാണ് തുടങ്ങിയത്. അവർക്ക് പ്രസംഗിക്കാണ്ട് ഒരാൾ അല്ല 2 ആൾ. അതിനുശേഷം ഇപ്പോൾ വളർന്ന് ഒത്തിരി പേര്, അനേക ആയിരങ്ങളാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഞങ്ങൾ കൂട്ടായ്മ. അതുകൊണ്ട് എൻ്റെ പ്രത്യേക ഒരു അപേക്ഷയാണ്, നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടുന്ന് 2-3 പേര് ഒരുമിച്ചിരുന്ന് ഒരു വീട്ടിൽ ഒന്ന് പ്രാർത്ഥനയായിട്ടൊന്ന് കൂടണം. പിന്നെ ബാക്കി നിങ്ങൾ ആദ്യം യെസ് എന്നും പറഞ്ഞ് തുടങ്ങിയാൽ മതി, ബാക്കി ദൈവം വളർത്തിക്കോളും. നമ്മുടെ മനസ്സൊന്ന് വിട്ടുകൊടുത്ത് ഒരു 3 പേര് ഒരുമിച്ച് ഒന്ന് തുടങ്ങാമോ? അങ്ങനെയെങ്കിൽ നിങ്ങളെ ദൈവം വളർത്തിക്കോളും. ഞങ്ങളറിയാതെ ഇത്രയും വളർന്നുവെങ്കിൽ നിങ്ങളെയും വളർത്താൻ സമ്പന്നനായ ദൈവം വലിയവനാണ്. വേറൊരു പ്രത്യേകത ലൗചേച്ചി എന്നെ സ്പർശിച്ച കാര്യം, ഒരു വർഷം കഴിയുമ്പോൾ 31-ാം തീയതി വൈകിട്ട് നമ്മൾ നടത്തുന്ന 12 മണിയുടെ പ്രാർത്ഥന, പുതിയ വർഷത്തെ പ്രാർത്ഥനയോടുകൂടി എതിരേൽക്കുന്ന ദൈവവചനമായിട്ട് സ്തുതിപ്പായിട്ട് 12 മണി സമയത്ത് 12:05 ആകുന്നിടം വരെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മൾ സ്തുതിച്ച് ദൈവസന്നിധിയിലാണ്. നമ്മുടെ പല ബാച്ചിലേഴ്സും ഇരുന്ന് മദ്യപിച്ച് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കൂട്ടായ്മയുള്ള ബാച്ചിലേഴ്സുമായിട്ട് ഇരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് പുതിയ വർഷത്തെ നമ്മൾ വരവേൽക്കുന്ന മോഹങ്ങളിൽപ്പെട്ട അവര് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പുതിയ വർഷത്തെ വരവേൽക്കുന്ന വലിയൊരു അനുഭവം. അത് കഴിഞ്ഞുപോയ വർഷത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടാണ് നമ്മൾ പുതിയ വർഷത്തിലേക്ക് കടക്കുന്നത്. അതൊരു വലിയ അനുഭവം തന്നെയാണ്. അപ്പോഴും ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ശാലോം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കൂട്ടായ്മയുടെ അനുഭവം ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രമാത്രം വലിയ അനുഗ്രഹമാണ് ഞങ്ങൾ ഓരോരുത്തരും കൂട്ടായ്മയിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കുള്ള ഒരു അപേക്ഷ എന്ന് പറയുന്നത്, 2-3 പേര് എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ടെന്ന് കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം നിങ്ങൾ പ്രാപിക്കണമെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ കുഞ്ഞു കുഞ്ഞു കൂട്ടായ്മയിലൂടെ അനേക മക്കളെ കർത്താവിലേക്ക് അടുപ്പിക്കുക. ഈ കൂട്ടായ്മ അനുഭവത്തിലൂടെ നമ്മൾ ഓരോരുത്തരും കടന്നു പോകുമ്പോൾ ഇന്ന് തിന്മ നിറഞ്ഞ ലോകത്തിൽ നന്മ കൊയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിനെല്ലാവരും പ്രയത്നിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നന്ദി. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.ua@gmail.com